ഇത് പാർവതിക്ക് കൊടുക്കാനുള്ള. മുക്ത, ഇത് പാർവതിക്ക് കൊടുക്ക. ഇടത് കൈ കൊണ്ടല്ല, വലത് കൈ കൊണ്ട്. ഇനി എല്ലാ സ്റ്റാഫുകളുടെ അടുത്തും ചെയ്ത തെറ്റിന് മാപ്പോറ. സോറി. 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 ഞാനും നിങ്ങളോട് മാപ്പ് ചോദിക്കുക. സോറി. എനിക്ക് പേഴ്സണലായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കമ്പനിയിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളെ ബാധിച്ചു. സാറ് ഞങ്ങളോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? തെറ്റാര് ചെയ്താലും മാപ്പ് ചോദിക്കണം മോഹന. നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ ഞാനത് നേരിട്ട് പറയണമായിരുന്നു. നിങ്ങൾ സമരം ചെയ്തപ്പോ ഞാൻ നേരിട്ട് വന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാനത് ചെയ്തില്ല. നമുക്കിടയിൽ ഇടനിലക്കാര് വന്നതുകൊണ്ടാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇനി മുതൽ നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ നേരിട്ട് പറയും. നിങ്ങൾക്കും എന്നോട് എന്ത് വേണമെങ്കിലും നേരിട്ട് പറയാം. നമുക്കിടയിൽ ആരും വേണ്ട. ശരി സർ. ശരി, എല്ലാവരും ജോലി കയറിക്കോളൂ. പ്രിയൻ, സോറി. സോറി ഫോർ എവറിത്തിങ്. അകത്തോട്ട് വന്നോട്ടെ സർ? യെസ്, കമൻ. പാർവതിക്ക് ഇങ്ങോട്ട് വരുന്ന ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണുമല്ലേ? ഞാൻ വിളക്ക് കൊളുത്തിയിട്ട് പോവാന്ന് കരുതി വന്നതാ. സാറിന് വിരോധമുണ്ടോ? ഏയ്, ഇല്ലില്ല. പ്ലീസ് ഗോ ഹെഡ്. താങ്ക് യു സർ. ഞാൻ എല്ലാ ദിവസവും ഈ വിളക്ക് കൊളുത്തുന്നത് സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഞാൻ സാറിനെ ദൈവത്തിന് സമമായി കണ്ടതുകൊണ്ടാ. ഇനി ഞാൻ തന്നെ എല്ലാ ദിവസവും ഈ വിളക്ക് കൊളുത്തിക്കോളാം. ഓക്കെ. നിനക്കെന്താ വല്ല വട്ടുണ്ടോ? എന്തിനാ പാറുവിനെ കൈലാസ് സാറിന്റെ ക്യാബിനിലേക്ക് വിട്ടത്? അതിനെന്താ കുഴപ്പം? ഇറാം, കൈലാസ് സാറുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ കാര്യങ്ങളൊന്നും ശാന്തമായെന്ന് നിനക്കറിയില്ലേ? ഇനിയും പാറുവിനെ അയാളുടെ അടുത്തേക്ക് വിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? എന്താ പ്രശ്നം മോഹൻ ചേട്ടാ? എന്തിനാ പ്രിയൻ ചേട്ടനെ വഴക്ക് പറയുന്നത്? പിന്നെ എന്താ വേണ്ടേ? ഇവൻ ചെയ്തതിന് ഞാൻ ഇവന് അവാർഡ് കൊടുക്കണോ? ഇവനോ ബോധമില്ല. നിന്റെ ബുദ്ധി എവിടെ പോയി? നീ എന്തിനാ കൈലാസ് സാറിന്റെ ക്യാബിനിലേക്ക് പോയത്? ഇതറിഞ്ഞിട്ട് സീതാമ്മേടോ അവരുടെ കുടുംബക്കാരോ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ?
അല്ല, നിങ്ങൾക്ക് അനുഭവിച്ചൊന്നും പോരെ? മോഹൻ ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങക്ക് കൈലാഷ് സാറിനോട് ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് ഞങ്ങളുടെ മനസ്സിൽ നല്ല സ്ഥാനമുണ്ട്. കൈലാഷ് സാറിന് അദ്ദേഹം ആഗ്രഹിച്ച നടക്കാത്തതില് ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അദ്ദേഹത്തിന് ഞങ്ങളോട് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. ഞാൻ ഈ കമ്പനിയിൽ ചേർന്ന സമയത്ത് കണ്ട അതേ കൈലാഷ് സാറിനെയാ ഞാൻ ഇപ്പൊ കണ്ടത്. ഇനി അദ്ദേഹത്തെ ഞാൻ എന്തിനാ പേടിച്ചൊഴിഞ്ഞു മാറി പോകേണ്ടത്? അതാ പ്രിയൻചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ പോയി വിളക്ക് കൊളുത്തിയത്. കൈലാഷ് സാറ് നടന്നതെല്ലാം മറന്നു എന്നാണോ നീ പറയുന്നത്? അദ്ദേഹം എല്ലാം മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ ബഹുമാനിക്കണമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തീക്കളിയാണ്. അയാളിൽ നിന്ന് അകലം പാലിക്കുന്നത് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. ഒരാൾ നല്ല സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അയാളെ നിരുത്സാഹപ്പെടുത്തരുത് മോഹൻ ചേട്ടാ. അല്ലെങ്കിലും കൈലാഷ് സാറിന്റെ മനസ്സ് മാറിയില്ലായിരുന്നെങ്കിൽ നമ്മളോട് മാപ്പ് ചോദിക്കുമായിരുന്നോ? ചെയ്ത തെറ്റുകൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്? മോഹൻ ചേട്ടനടക്കം എല്ലാവരുടെയും പേടി മാറ്റാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്താ? പ്രിയൻ ചേട്ടനും പാറും വേഗം കല്യാണം കഴിച്ചാൽ മതി. എല്ലാ പ്രശ്നവും അതോടെ തീരും. അത് കൊള്ളാം. ആദ്യമായിട്ടാ ഇവള് ഒരു നല്ല ഐഡിയ പറയുന്നത്. നിങ്ങളുടെ കല്യാണത്തിന് ഇപ്പൊ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. കൈലാസ് സാർ അടക്കം ഇപ്പൊ കമ്പനിയിലുള്ളവർക്കെല്ലാം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അറിയാം. പ്രിയന്റെ അമ്മയും കല്യാണത്തിന് സമ്മതിച്ചു. പാറു ടൈലറുമായി. വൈകാതെ അവൾ ആഗ്രഹിച്ചതുപോലെ ലക്ഷ്മിയുടെ കല്യാണവും നടക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. എന്തു പറ്റി പാറു? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് എന്ത് കഴിച്ചാലും ഛർദിക്കാൻ വരും. തലയും ചുറ്റുന്നുണ്ട്. എത്ര ദിവസം ഇതൊക്കെ തുടങ്ങിയിട്ട്? ഞങ്ങളുടെ കൂടെ പാറു വീട്ടിൽ താമസിക്കുമ്പോഴേ ഈ അസുഖം തുടങ്ങിയതാ. ഇത്രയും ദിവസമായിട്ടും അസുഖം മാറിയില്ലേ? നീ എന്താ ഇവിടെ ആശുപത്രി കൊണ്ടുപോകാത്തെ? എടാ, ഞാൻ വിളിക്കാഞ്ഞിട്ടല്ല, വരണ്ടേ? പിന്നെ ഓരോരോ പ്രശ്നങ്ങളുടെ പുറകെ ഓടുന്നതിനിടയിൽ വിട്ടുപോയി. ഇനി വൈകിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ കൈയോടെ പോയി ഡോക്ടറെ കാണാം. വേണ്ട പ്രിയൻചേട്ടാ. എന്തിനാ നീ ആശുപത്രി പോയി ഇങ്ങനെ പേടിക്കുന്നേ? ചെറിയ തലച്ചുറ്റലിനൊക്കെ ആശുപത്രിയിലേക്ക് പോയാ അവര് വലിയ വലിയ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് വെറുതെ പറഞ്ഞ് കാശ് വാങ്ങിക്കും.